നമസ്കാരം. ഇന്ന് നമുക്കൊരു സെൻസിറ്റീവ് വിഷയത്തെക്കുറിച്ച് നോക്കിയാലോ. സെൻസിറ്റീവ് എന്നാൽ എല്ലാവരെയും വൈകാരിക പ്രക്ഷുബ്ധമാക്കുന്ന ഒരു വിഷയം. അത് മറ്റൊന്നുമല്ല, ആൻറ്റി ഫെമിനിസം. തീർച്ചയായും എതിരഭിപ്രായമുണ്ടാവും. ഇതിൻ്റെ ഒരു എതിരഭിപ്രായം എന്ന് പറഞ്ഞാൽ സർവാത്മന സർവസ്വീകാര്യമായിട്ടുള്ള ഒരു എതിരഭിപ്രായമാണ്. പക്ഷെ ഇതിൻ്റെ അനുകൂലമായ അഭിപ്രായം വളരെ പരിമിതമായ വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. കാരണം ഇതിനെക്കുറിച്ച് ആഴത്തിലും പരപ്പിലും ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാനാകുന്നത് വലിയൊരു വിനാശത്തിൻ്റെ വഴിത്താരകളാണ്. സമൂഹം അതിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള ഒരു ഉഗ്രനാശത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിന് ഇത് കാത്തിരിക്കുന്നത്. ആ ഒരു വിഷയമാണ് ഫെമിനിസം. എന്താണ് ആൻറ്റി ഫെമിനിസം എന്ന് പരിശോധിക്കുന്നതിന് മുമ്പായി എന്താണ് ഫെമിനിസം എന്ന് നമ്മൾ അറിയണം. ഫെമിനിസം എന്നാൽ സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനം, അവരുടെ വിമോചനം, അവരുടെ കർമ്മ മേഖലകളിൽ അവർക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാതെ മുന്നേറുവാനുള്ള, അതായത് സാമൂഹ്യപരമായ സുരക്ഷിതത്വം അടങ്ങിയിട്ടുള്ള ഒരു ആശയ സംഹിതയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. എന്നാൽ ആൻറ്റി ഫെമിനിസം എന്ന് പറയുന്നത് ഇതൊരു ആൺവശ ദാർശനികതയാണ്. ഒന്ന് പെൺവശ ദാർശനികത എന്ന് പറയുമ്പോൾ മറ്റേതൊന്ന് ആൺവശ ദാർശനികതയാണ്. ആണിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആണിൻ്റെ സർവൈവലിന്, ആണിൻ്റെ അതിജീവന് വിഘാതമാകുന്ന പെൺപക്ഷ ദർശനങ്ങൾ, അതാണ് ആൻറ്റി ഫെമിനിസം. ഇവിടെ ആണിൻ്റെ സർവൈവൽ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് അതിജീവനം, അതായത് അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണമല്ല, അവന് സുഖമായിട്ട് ജീവിക്കുന്നതിന്, അവൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ അതിജീവനത്തിന്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ 35% സീറ്റുകൾ സ്ത്രീക്ക് സംവരണം ചെയ്തിരിക്കുന്നു. അത് സംവരണം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആണിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. കാരണം ഒരു ബസ്സിൽ കയറിയാൽ ആണിന് നിന്നും ഇരുന്നും കിടന്നും വേണമെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ശാരീരിക ശേഷിയുണ്ട്. അത് എത്ര തിരക്കുണ്ടായാലും ശരി. പക്ഷെ അതുപോലെയല്ല സ്ത്രീകൾക്ക് ശരീരക്ഷമത കുറവാണ്. അവർ കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരുന്നു. അവർക്ക് എന്തെങ്കിലും ഭാരം കയ്യിലുണ്ടെങ്കിൽ അത് പിടിച്ച് തൂങ്ങി നിൽക്കാൻ, ബസ്സിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലെ അവർക്ക് സാരിയൊക്കെ കൊടുത്ത് കയറുമ്പോൾ തടഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള പല സുരക്ഷിതത്വങ്ങളും സൗകര്യങ്ങളും മുൻനിർത്തിയാണ് സ്ത്രീകൾക്ക് 32% സീറ്റ് ബസ്സിൽ റിസർവ് ചെയ്തിരിക്കുന്നത്. ഇത് ആണിൻ്റെ അതിജീവനവുമായിട്ട് ബന്ധമില്ല. ആണിൻ്റെ സുഖസൗകര്യത്തിന് മാത്രമേ അവിടെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇത് ആൻറ്റി ഫെമിനിസം അല്ല. പക്ഷെ ഇത് ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ വന്നിട്ടുണ്ടാവും. ഇതല്ല ആൻറ്റി ഫെമിനിസം. ഇങ്ങനെ പരിമിതപ്പെടുത്തി കാണാനും പാടില്ല. പക്ഷെ സ്ത്രീകൾക്ക് അവിടെ സൗകര്യം വേണം. സ്ത്രീകളുടെ ശാരീരികപരമായ പരിമിതികളെ അവിടെ നമ്മൾ ബോധർ ചെയ്യണം. പക്ഷെ അതല്ല, ആണിൻ്റെ അതിജീവനത്തിന് തടസ്സമാകുന്ന പെൺപക്ഷ ദാർശനികതകൾ ആണ് ആൻറ്റി ഫെമിനിസം എന്ന് പറയുന്നത്. അതിജീവനം എന്ന് പറയുമ്പോൾ അവന് സമൂഹത്തിൽ പ്രതിസന്ധികളെ അവൻ അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ അഭിമുഖീകരിക്കാവുന്ന പ്രതിസന്ധികളെ അത് തരണം ചെയ്യുന്നതിനിടയ്ക്ക് ഏതെങ്കിലും സ്ത്രീകൾക്ക് മുന്നേറ്റം വേണമെന്ന് കടുംപിടുത്തം പിടിക്കുന്ന, ഇവിടെ സ്ത്രീയുടെ ഇടമാണ് എന്ന് പറഞ്ഞ്
കടുംപിടുത്തം പിടിക്കുന്ന എന്തെങ്കിലും ഒരു ദാർശനിക തത്വചിന്തകളുണ്ടെങ്കിൽ അതാണ് ആൻറ്റി ഫെമിനിസം. അത് ആണിൻ്റെ അതിജീവനത്തിന് തടസ്സമാണ്. ഇതാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, അത് എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ പറയുന്നത്, ആൻറ്റി ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫെമിനിസം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്നെ ഒരു കാലഘട്ടത്തിൽ ഈ ഫെമിനിസ്റ്റ് തത്വചിന്ത അഭികാമ്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ കാലം മുന്നേറിയപ്പോൾ ഏതൊരു തത്വചിന്തയും നമുക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികതയായാലും രാജാവിൻ്റെ ഭരണ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഒരു രീതിയായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായാലും അത് ഒരു കാലത്ത് അത് സർവതോന്മുഖമായിട്ടുള്ള അനിവാര്യതയായിരുന്നു. എല്ലാ അർത്ഥത്തിലും അത് അനിവാര്യതയായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൻ്റെ ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് ശേഷം അത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ദാർശനികതയായിട്ട് മാറും. അതായത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റം. തൊഴിലാളി വർഗം തീർച്ചയായും പല സ്ഥലത്തും ചൂഷണം ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. പക്ഷെ അതിൻ്റെ മുന്നേറ്റം, അതിനാണ് മാർക്സിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ചൂഷണമെല്ലാം ഇല്ലാത്ത ഒരു തൊഴിൽ സമൂഹത്തിൽ ഈ സിദ്ധാന്തം നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അതാണ് ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഇത് ആവശ്യമായിരുന്നു. നമുക്കറിയാം സതി, ശൈശവവിവാഹം, പിന്നെ ഈ നമ്പൂതിരി ഇല്ലത്തിലുണ്ടായിരുന്ന സ്മാർത്ത വിചാരം, ഇങ്ങനെ അന്തർജനവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിതചര്യകൾ, പിന്നെ മാറുമറയ്ക്കൽ കലാപത്തിന് ഇടയാക്കുക സാഹചര്യങ്ങൾ, ഇതെല്ലാം ഒരു സ്ത്രീകളുടെ നേർക്ക് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചൂഷണത്തിൻ്റെ, അക്രമത്തിൻ്റെ അവശേഷിപ്പുകളായിരുന്നു. ഇത് അവസാനിപ്പിക്കേണ്ടത് അന്ന് ആവശ്യമായിരുന്നു. പക്ഷെ ഈ ആശയം പിന്നീട് തുടർന്നു കൊണ്ടുവന്നപ്പോൾ ഇത് തികച്ചും ഒരു അപ്രസക്തവും അപഹാസ്യവുമായിട്ടുള്ള ഒരു ആശയവുമായിട്ടാണ് പിന്നീട് മാറുന്നത്. ഫെമിനിസത്തിൻ്റെ അടിവേരുകൾ ചകഞ്ഞ് പോയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഏറ്റവും പുരാതന റോമ സാമ്രാജ്യത്തിലാണ്. അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന പ്ലേറ്റോ ആൻഡ് സോക്രട്ടീസൊക്കെ, ഇവരൊക്കെ എഴുത്തുകളിലൊക്കെ സ്ത്രീകളുടെ വിമോചനത്തിൻ്റെ ചില അടയാളങ്ങൾ അവർ നിലനിർത്തിയിട്ടുണ്ട്. അന്നത്തെ രാജാക്കന്മാരായിരുന്ന അഗസ്റ്റസിൻ്റെയും ക്ലാഡിയസിൻ്റെയൊക്കെ പത്നിമാർ, നമുക്കറിയാം ലിവിയ, അഗ്രിപ്പ എന്ന അവരുടെ രാജപത്നിമാർ, ഇവർ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകളുടെ ഒരു ക്ഷേമ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില തത്വചിന്തകൾക്ക് നാന്ദി കുറിച്ച ആളുകളായിരുന്നു ഈ ലിവിയയും അഗ്രിപ്പയൊക്കെ, ക്ലാഡിയസിൻ്റെയും അഗസ്റ്റസിൻ്റെയൊക്കെ ഭാര്യമാർ. അപ്പോൾ ഇതാണ് നമുക്ക് പുരാതന റോമിൻ്റെ കാലം മുതൽക്ക് തന്നെ ഇതിൻ്റെ നാന്ദി കുറിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമതൊരു മുന്നേറ്റം നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നത് BC റോമിൽ തന്നെയാണ്. BC 3-ാം നൂറ്റാണ്ടിൽ അന്ന് സ്ത്രീജനങ്ങൾക്ക് വില കൂടിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനെതിരെ ഒരു മൂവ്മെൻറ്റ്, ഒരു വിപ്ലവകരമായിട്ടുള്ള ചുവടുവെപ്പുകൾ സ്ത്രീകളിൽ കുറേ പേര് സംഘടിച്ചുകൊണ്ട് ഈ ക്യാപിറ്റോൾ ഹില്ലിൽ ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി BC 3-ാം നൂറ്റാണ്ടിൽ. ഇത് ഒരു വലിയൊരു ചുവടുവെപ്പായിരുന്നു ഈ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ഈ മുന്നേറ്റത്തെ അന്നത്തെ എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമായിരുന്ന മാർക്കസ് പോഷ്യസ് കാറ്റോ വളരെയധികം നഖശിഖാന്തം വിമർശിക്കുന്നുണ്ട്. അത് ശ്രദ്ധേയമാണത്.
അത് ഇപ്രകാരമാണ്, ഞാനത് വായിക്കാം. ഇപ്പോൾ അവർ വിജയിച്ചാൽ അവർ എന്തിനും ശ്രമിക്കില്ലേ? അവർ തുല്യരാകാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കും. ഈ ഒരു ആശങ്കാകുലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതി വച്ചിരിക്കുന്നത് വായിക്കാൻ സാധിക്കും. അതാണ് ഒരു അന്നത്തെ സ്ത്രീപക്ഷ മുന്നേറ്റത്തിൻ്റെ എതിരെ ഉണ്ടായ ഒരു ദാർശനിക പ്രതിഷേധം എന്ന് പറയുന്നത്. വിപ്ലവകരമായിട്ടുള്ള ഇത്തരം മാറ്റങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ഒരു അഭ്യുന്നതി പ്രകടമാകുന്നത്. അതിനുശേഷം ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ഉണ്ടാകുകയാണ്. ഒരുപാട് വ്യവസായങ്ങളും തൊഴിൽശാലകളുമെല്ലാം ആ സമയത്ത് അവിടെ നിർമ്മിക്കപ്പെടുകയാണ്. അപ്പോൾ നിലവിലുള്ള പുരുഷന്മാരെ അതിലേക്ക് ജോലി ചെയ്യാൻ നിയോഗിക്കാൻ തികയാതെ വന്നപ്പോൾ അവർക്ക് സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും കാതലായിട്ടുള്ള സ്ത്രീകളുടെ സ്വയം പര്യാപ്തപരമായിട്ടുള്ള മുന്നേറ്റം എന്ന് പറയുന്നത്. 1965 വരെ സ്ത്രീകൾക്ക് ഫ്രാൻസിൽ സ്വന്തമായിട്ട് വീട്ടുകാരെ സമ്മതം കൂടാതെ സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അന്ന് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. രാഷ്ട്രനിർമ്മിതിയുടേതായ ഭാഗഭാഗിത്വം നിർണ്ണയിക്കേണ്ട ഘട്ടത്തിൽ തങ്ങൾക്ക് വിലമതിക്കാനാവാത്ത വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് സ്ത്രീകൾക്കിടയിൽ ഒരു അഭിമാനബോധം ആ സമയത്ത് ഉയരുകയും അതിനെതിരെ 1848 ന്യൂയോർക്കിലെ വെസിലിയൻ ചാപ്പലിൽ വെച്ച് നടന്ന ഈ ഒരു ഒത്തുകൂടൽ 100ഓളം സ്ത്രീകൾ ഒത്തുകൂടിക്കൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. തങ്ങളുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധം. ഇത് വ്യാപകമായിട്ട് ഈ ഒരു ആശയം സ്ത്രീകൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങി. അപ്രകാരം മാണ് ആദ്യത്തെ ഒരു സ്ത്രീകൾക്ക് വോട്ടവകാശം, അതുപോലെ തന്നെ സ്വത്തവകാശം ആർജിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ സ്ത്രീ മുന്നേറ്റ തരംഗമായിട്ട്, ആദ്യത്തെ ഫെമിനിസ്റ്റ് തരംഗം വേവ് ആയിട്ട് അക്കാഡമിക് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഫ്രഞ്ച് ചിന്തകയും എഴുത്തുകാരിയുമായിരുന്ന ക്രിസ്റ്റ്യൻ ഡെ പിസാൻ എന്ന ഒരു വനിതയുണ്ടായിരുന്നു. ഇവരാണ് സ്ത്രീകൾ സ്വതന്ത്രമാകേണ്ട ആവശ്യകതയെക്കുറിച്ചും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടേണ്ട ആവശ്യകതയെക്കുറിച്ചും പ്രബുദ്ധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. 1600 വെനീഷ്യൻ എഴുത്തുകാരിയായിരുന്ന മോഡറേറ്റ ഫോൺട്രെ, അവരും ഇതേപോലെ തന്നെ ഫെമിനിസ്റ്റ് ചിന്തകൾക്ക് ഒരു വലിയൊരു മാനം നൽകിയ ഒരു ചിന്തകയായിരുന്നു എന്നുള്ളതാണ്. 1792 മേരി വോൾസൺഗ്രാഫിൻ്റെ പുസ്തകങ്ങൾ, ഇതെല്ലാം ഫെമിനിസ്റ്റ് ദാർശനികതയ്ക്ക് മുതൽക്കൂട്ടായി സ്ത്രീകളെ അത്യന്തം പ്രചോദിപ്പിക്കുകയും അവർക്ക് സംഘപരമായിട്ട് മുന്നേറേണ്ട അനിവാര്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പിതാ രക്ഷതി കൗമാരെ, ഭർത്തൃ രക്ഷതി യൗവനെ, പുത്രം രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞിരുന്ന ഒരു സാമൂഹ്യ ക്രമമായിരുന്നു അക്കാലത്ത് കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ നിലകൊണ്ടിരുന്നത്. സദ്യ അനുഷ്ഠിച്ചിരുന്നു. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. സ്ത്രീകൾക്ക് കടുത്ത വെല്ലുവിളി, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പരപുരുഷനുമായിട്ടോ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ട് എന്ന് സംശയമുണ്ടായാൽ മതി, ആ സ്ത്രീയെ വിചാരണ നടത്തി പടിയടച്ച് പിണ്ണം വയ്ക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതാണ് സ്മാർത്ത വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഭർത്താവിൻ്റെ ചിതയെ ചാടി മരിക്കുന്ന സതി എന്ന് പറയുന്നത് ഒരു
അതിമോശമായ സംവിധാനം, ഇതെല്ലാം സ്ത്രീകളെ അടിച്ചമർത്തി ഒതുക്കിയിരുന്നൊരു കാലഘട്ടം ഇന്ത്യയിൽ നടക്കുമ്പോൾ പാശ്ചാത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് നേർക്കുള്ള ഇത്തരം വിപ്ലവകരമായിട്ടുള്ള അഭിനിവേശങ്ങൾ, അവർക്ക് സ്വതന്ത്രമാകണം, അവർക്ക് വിദ്യാഭ്യാസം കിട്ടണം എന്നുള്ള ഓരോ തരംഗങ്ങൾ വേവ്സ് അവിടെ നടക്കേണ്ട ഫെമിനിസത്തിൻ്റെ. 1928 വെർജീനിയ ഉൾഫിൻ്റെ പുസ്തകങ്ങൾ, അതുപോലെ 1949 സിമോൺ ദി ബൂഫൻ്റെ സെക്കൻഡ് സെക്സ് എന്നുള്ള പുസ്തകം, പിന്നെ 1963 ബെറ്റി ഫ്രീഡൻ്റെ ഫെമിനി മിസ്റ്റേക്ക് എന്ന് പറയുന്ന പുസ്തകം. ഇതെല്ലാം ഒരു ഫെമിനിസം എന്നുള്ള ആശയത്തിന് ഒരു അഭിനവ പാന്താവ് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്, ഒരു പുതിയൊരു വഴിത്താരകൾ വെട്ടിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫെമിനിസം അതിൻ്റെ ഉഗ്ര പ്രതാപത്തിലേക്ക് വളരുകയും സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിനും തൊഴിൽ ചെയ്യുന്നതിനും വിദ്യാഭ്യാസത്തിനും ഉള്ള അവകാശമായിട്ട്, വോട്ടവകാശത്തിനുമൊക്കെ ആയിട്ടാണ് ഒന്നാം തരംഗം, ഫസ്റ്റ് വേ ഓഫ് ഫെമിനിസം ആയിട്ട് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ തരംഗം എന്ന് പറയുന്നത് ഇവർക്ക് ഈ പ്രത്യുൽപാദനപരമായിട്ടുള്ള അവകാശങ്ങൾ, ഈ സ്വത്തിൻ്റെ മേലുള്ള പൂർണ്ണമായ നിയന്ത്രണാവകാശങ്ങൾ, സ്വന്തം നിലയിലെ വിവാഹങ്ങളും അപ്രകാരമുള്ള കുടുംബപരമായ സംവിധാനങ്ങൾക്കും മേലുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ ഈ പറഞ്ഞ വേവ് തരംഗം, ഫെമിനിസ്റ്റ് തരംഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫെമിനിസ്റ്റ് ഇതിൻ്റെ വിപുലീകരിച്ച രൂപമായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നാലാമത്തെ ഫെമിനിസ്റ്റ് തരംഗമാണ്. അത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തരം തരംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മീ ടു ക്യാമ്പയിൻ, അതെല്ലാം ഈ സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുടെ സർവ്വതോന്മുഖമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുക, പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക, ഇതെല്ലാമാണ് ഈ നാലാം തരംഗ ഫെമിനിസം എന്ന് പറയുന്നത്. ഈ ഒരു തരംഗങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാലാമത്തെ തരംഗത്തിൽ അതിൻ്റെ ഒരു എക്സ്ട്രീംഷിപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട്, അത്ഭുതപരന്തരാക്കിക്കൊണ്ട് 2012 ഒരു വലിയൊരു മൂവ്മെൻറ്റ് സോഷ്യൽ മീഡിയ തന്നെ ക്യാമ്പയിനിൽ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഫ്രീ ദി നിപ്പിൾ മൂവ്മെൻറ്റ് എന്നാണ് ആ മൂവ്മെൻറ്റ് അറിയപ്പെടുന്നത്. അതായത് ഈ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകളുടെ മാറിടം പ്രദർശിപ്പിക്കുന്നതിനുള്ള പൂർണ്ണമായ അനുമതി, ഇത് ഒരു കാരണവശാലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കും ഈ സ്ത്രീകൾ മാറിടം പ്രദർശിപ്പിച്ച് അത് കട്ട് ചെയ്യാനോ അത് ഒഴിവാക്കാനോ പാടില്ല. അത് പൂർണ്ണമായ രീതിയിൽ സ്ത്രീകൾ മാറിടം പ്രദർശിപ്പിക്കുവാൻ സന്നദ്ധരായാൽ അതിന് ഇൻസ്റ്റഗ്രാം എതിർക്കാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല. ഈ മൂവ്മെൻറ്റിനെയാണ് ഫ്രീ ദി നിപ്പിൾ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലേക്ക് ഫെമിനിസം എത്തിപ്പെടുകയുണ്ടായത്. അപ്പോൾ നമുക്കറിയാം ആദ്യകാല ഫെമിനിസ്റ്റ് വാരികകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ലേഖനങ്ങൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് കുഞ്ഞിനെ പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭർത്താവിന് വല്ല കുടുംബവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്ന ലേഖനങ്ങളും സചിത്ര ഫീച്ചറുകളും ഒക്കെ ആയിരുന്നു ആദ്യകാല ഫെമിനിസ്റ്റ് മാസികകളിലുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഫെമിനിസ്റ്റ് മാസികൾ നിങ്ങളുടെ അടുത്ത് വായിച്ചു നോക്കുക, അതിനകത്ത് കാണുന്നത് എങ്ങനെ ഒരു കാഷ്വൽ സെക്സിൽ ഏർപ്പെടാം, എങ്ങനെ ഒരു വളരെ സ്വതന്ത്രമായ ലൈംഗിക പ്രക്രിയകളിലേക്ക് നടക്കാം, നിങ്ങളുടെ ലൈംഗിക സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ശരീരം നിങ്ങളുടേത് മാത്രമാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളായിരിക്കും ഏറ്റവും കൂടുതൽ ഫെമിനിസ്റ്റ് മാസികകളിൽ കാണാൻ സാധിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു ഫെമിനിസം? ഈ ആപൽക്കരമായ യാഥാർത്ഥ്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങി സ്ത്രീകളുടെ വോട്ടവകാശം, സ്ത്രീകളുടെ ഭൗതിക ജീവിതം ക്രമപ്പെടുത്തുന്ന, അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ ഭൗതികപരമായിട്ടുള്ള അവസ്ഥകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം അതിൻ്റെ നാലാം തരംഗത്തിലെത്തിപ്പെട്ടപ്പോൾ ഫ്രീ ദി നിപ്പിൾ മൂവ്മെൻറ്റിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ കേരളത്തിൽ ഒരു ചുംബന സമരം നടന്നു.
അതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പരസ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ആണിനും പെണ്ണിനും ചുംബിക്കാനും മറ്റു ലീലകളിൽ ഏർപ്പെടുവാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരിക്കൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുറവിളി കൂട്ടുകയുണ്ട് ഫെമിനിസ്റ്റുകൾ. ഈ ഫെമിനിസ്റ്റ് അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ള മുറവിളി കൂട്ടുന്ന പുരുഷന്മാരെ സാധാരണയായിട്ട് പാവാടകൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവരെ വിളിക്കപ്പെടുന്നത്, സംബോധന ചെയ്യപ്പെടുന്നത് ചാപ്പ കുത്തി മാറ്റി നിർത്തിയിരിക്കുന്നത് പാവാടകൾ എന്ന പേര് പറഞ്ഞുകൊണ്ടാണ്. ഈ പാവാടകളെയാണ് നമുക്ക് ഈ ചുംബന സമരങ്ങളിൽ കാണാൻ സാധിച്ചത്. അവരോട് ഇരട്ട് നുണയാമടികളെ എന്നുള്ള സ്ലോഗൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു പറ്റം സ്ത്രീകൾ രാത്രി 1 മണിക്ക് 12 മണിക്ക് അർദ്ധരാത്രി റോഡിലൂടെ ഇറങ്ങി നടക്കുകയുണ്ടായി. അതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. ഫെമിനിസം എവിടെ നിന്ന് തുടങ്ങി എവിടെ പോയി അവസാനിക്കുന്നു? ഇത് ആപത്താണ്. ഇത് സമൂഹത്തിന് ഗുണം ചെയ്യില്ല, ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഫെമിനിസം അതിൻ്റെ ആശയ കേന്ദ്രം തന്നെ, തായ് വേര് തന്നെ തുല്യതയിൽ ഊന്നിക്കൊണ്ടുള്ളതാണ്. തുല്യത, ആണിനും പെണ്ണിനും, ആണിന് എന്താണോ അനുഭവിക്കുന്നത്, ആണ് എന്താണോ ആസ്വദിക്കുന്നത്, അതിൻ്റെ തുല്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള തുല്യത എന്ന് പറയുന്ന വലിയൊരു ആശയത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഫെമിനിസത്തിൻ്റെ ആക്ടിവിസത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുല്യത? ഇവർ പറയുന്നത് ഒരു സിംഹം കുറേ മാൻകൂട്ടങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മാൻകൂട്ടങ്ങളെല്ലാം സംഘടിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. ഞങ്ങൾക്ക് സിംഹത്തിനെ പോലെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള തുല്യത വേണം എന്ന് പറയുന്ന ആ ആശയം എത്രമാത്രം ബാലിശമാണ് ചിന്തിക്കുക. വേട്ടയാടപ്പെടലിന് എതിരെ പ്രതിഷേധിക്കേണ്ടതിന് പകരം സിംഹം വേട്ടയാടുന്നതിന് തുല്യത, അതാണ് തുല്യത. സിംഹം വേട്ടയാടുന്നതിന് തുല്യമായിട്ട് ഞങ്ങൾക്കും വേട്ടയാടാനുള്ള അധികാരം വേണം, അതിനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ആ ബാലിശമായ പെറ്റിക്കോട്ട് ഫിലോസഫിയാണ് തുല്യത എന്ന് പറയുന്നത്. തുല്യത എന്ന് പറയുന്ന ആശയം തന്നെ പ്രകൃതി വിരുദ്ധവും തെറ്റും തന്നെയാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ആണിനോടൊപ്പമല്ല, അത് ആണിനേക്കാൾ എത്രയോ പിന്നിലാണ്. ഒന്ന് സ്ത്രീകളുടെ മസ്തിഷ്കം തന്നെ എടുക്കുക. 1450 ഗ്രാം മസ്തിഷ്കം ആണിനുള്ളപ്പോൾ 1350 ഗ്രാം, 100 ഗ്രാം കുറവാണ് സ്ത്രീകളുടെ മസ്തിഷ്ക ശേഷി എന്ന് പറയുന്നത്. അതിനുള്ള പ്രോസസ്സിങ് അവർക്കുള്ളൂ. ആ ഒരു ചപലമാണത്. അവരുടെ ചിന്തകളെല്ലാം ചപലമാണ്. ഈ മസ്തിഷ്ക അവരുടെ ശരീരഘടന തുല്യമല്ല. ആണ് ചെയ്യുന്ന ജോലി അതിൻ്റെ പൂർണ്ണപ്രാപ്തിയോടുകൂടി സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കില്ല. സ്ത്രീ മാനസികമായിട്ട് ഒരു ദുർബലയായ സ്ത്രീ, ഒരു വ്യക്തി, ഒരു ജീവിയാണ്. അതായത് കുഞ്ഞിനെ ഗർഭം ധരിക്കുക, പരിപാലിക്കുക എന്നുള്ള ശാരീരിക ക്ഷമതയുടെ പരിമിതിക്കുള്ളിലാണ് സ്ത്രീകളുടെ ശരീരപ്രകൃതം എന്ന് പറയുന്നത്. ആണിൻ്റെ അധ്വാനിക്കാൻ, കുടുംബത്തിന് വേണ്ടി ഭാര്യ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ എത്ര 5, 6, 7 വർഷങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ കുഞ്ഞ് ഒരുവിധം എണീറ്റ് നടക്കാനും തൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങാനുമുള്ള പ്രാപ്തി നേടുള്ളൂ. അപ്പോൾ അപ്രകാരം 5, 6, 7 വർഷക്കാലം ഒരു സ്ത്രീക്ക് ആ കുഞ്ഞിനെ പരിപാലിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ട ഭക്ഷണം, മറ്റു സൗകര്യം ഒരുക്കേണ്ടത് ആണിൻ്റെ ചുമതലയാണ്. അങ്ങനെയുള്ള ഒരു ആണുമായിട്ട് മാത്രം, അതിന് പ്രാപ്തമായിട്ടുള്ള ആണുമായിട്ട് മാത്രമേ സ്ത്രീ മേറ്റിംഗ് ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ പരിണാമപരമായിട്ട് ആർജിച്ചിട്ടുള്ളൊരു രീതിയാണത്. അപ്പം ഈ ഒരു രീതി എന്ന് വെച്ചാൽ അവിടെ പുരുഷനാണ് സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുന്നത്. തുല്യത എന്ന് പറയുന്നത് അവിടെ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ അവിടെ അപ്രസക്തമാവുകയാണ്. തുല്യത എന്ന് പറയുന്നത് ഭാവനാപരമായി മാത്രം ശരിയാവുന്ന ഒന്നാണ് തുല്യത എന്നുള്ളത്. അപ്പോൾ ഇത് പ്രായോഗികമായിട്ട് അതൊരിക്കലും ശരിയാവില്ല.
ഈ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമാണ് ഫെമിനിസത്തിൻ്റെ കാതലായ ഒരു വശം എന്ന് പറയുന്നത്. ഒരിക്കലും അത് തുല്യതയിലേക്ക്, അതായത് പ്രകൃതിയിലേക്ക് നിങ്ങൾ നോക്കുക, ഒരില ഒരു അതുപോലെയല്ല മറ്റൊരില, ഒരു മരമല്ല മറ്റൊരു മരത്തിൻ്റെ വലിപ്പം, ഒരു മനുഷ്യനെ പോലെയല്ല മറ്റൊരു മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ കാര്യപ്രാപ്തിയും കഴിവുമല്ല മറ്റൊരു മനുഷ്യൻ്റെ ഉള്ളത്. അത് ഒരാളുടെ ഈ സാധ്യതകളല്ല മറ്റൊരാളുടെ സാധ്യതകൾ. അങ്ങനെ തുല്യത എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധം തന്നെയാണ്, പ്രകൃതിയിലില്ല. കൃത്രിമമായിട്ട് നമ്മൾ ഈ നൽകപ്പെടുന്ന കൂലിയ തുല്യത നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അത് ഒരു പുരുഷൻ്റെ സേവനം സ്ത്രീയുടെ സേവനത്തോട് തുല്യമാക്കി കാണുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. രണ്ട് തന്നെയാണ്, രണ്ടും രണ്ട് രീതിയിലാണ് അത് നോക്കി കാണേണ്ടത്. ഇത് ഒന്നോർക്കുക, ആണാണ് കുടുംബത്തിൻ്റെ ഭാരം വഹിക്കുന്ന ആൾ, ആണാണ് കുടുംബത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആൾ, ആണാണ് കുടുംബത്തിന് ഒരു വലിയൊരു വൃക്ഷം പോലെ ഒരു വൃക്ഷം തണലേകുന്ന പോലെ ആണാണ് തൻ്റെ കുടുംബത്തിന് തണലൊരുക്കി കൊടുക്കുന്നത്, ആണാണ് കുടുംബം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആണിൻ്റെ അതിജീവനത്തിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്, പെണ്ണിൻ്റെ അതിജീവനത്തിനല്ല. ഇവിടെ പല രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പുറത്താണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ടുള്ള പ്രിവിലേജസുകൾ സമൂഹത്തിൽ ഭരണഘടനാപരമായും മറ്റും നിയമപരമായിട്ടൊക്കെ നടത്തപ്പെടുന്നത്. ഇത് ഒന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അവസരങ്ങൾ പരിമിതമാണ്. ഈ അവസരങ്ങൾ തുല്യതയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ തഴയപ്പെടുന്നത് പുരുഷൻ തന്നെയാണ്. അവൻ വളരെ ഫ്രക്ച്വേറ്റഡായിട്ട് അവൻ ഒരു തൊഴിലിന് വേണ്ടി അവൻ നാട് കടത്തപ്പെടുകയാണ് ഇന്ത്യയിൽ നിന്നും. പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ പോയിട്ടാണോ ഇവിടുത്തെ സർവീസ് മേഖലകളിൽ അവൻ പുറന്തള്ളപ്പെടുമ്പോൾ അവൻ്റെ സേവനം ഉപയോഗിക്കാൻ വേണ്ടി അവൻ നാട് കടത്തപ്പെടുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക്. അതേസമയം ഇവിടെ 58% സ്ത്രീകൾ ഇവിടെ സർവീസ് മേഖലയിൽ ജോലിയിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ആൺ സമൂഹം തൊഴിൽ ലഭിക്കപ്പെടാനിടയാകാതെ, തൊഴിൽ കിട്ടാതെ മറ്റു ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക്, മറ്റു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് അവർ വ്യാപൃതരായി പോകുന്നതാണ് നമ്മൾ സാർവത്രികമായിട്ട് കാണുന്നത്. ഈ യുവാക്കൾക്കിടയിലുള്ള ഈ തൊഴിലില്ലായ്മ, അതിന് ഏറ്റവും പ്രധാന കാരണം ഈ പ്രസവം നിയന്ത്രണം തന്നെയാണ് സ്ത്രീകളെ മുന്നേറിയിരിക്കുന്നത്. സ്ത്രീകളുടെ ഈ തൊഴിൽ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിലേക്ക് കടന്നു കയറണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. അത് പരിമിതപ്പെടുത്തുക. പുരുഷന് ഒരു 80%, 85% തൊഴിൽ മേഖലയിൽ റിസർവേഷൻ കൊടുക്കുക. ആണാണ് എങ്കിൽ നമുക്ക് ഈ നല്ലൊരു വിഭാഗം ക്രൈം നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. കുടുംബം അതായത് ഏറ്റവും താഴ്ന്ന ക്ലാസ്സുകളിൽ LP സ്കൂളിലെ ടീച്ചർ ജോലി സ്ത്രീകൾക്ക് സംവരണത്തിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഗൈനക്കോളജി, നേഴ്സിങ്, പിന്നെ വനിതാ പോലീസ്, ഇതുപോലെയുള്ള തൊഴിൽ രംഗങ്ങൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തുകൊണ്ട് മാറ്റിവെക്കാം. ഇത് മാറ്റിവെച്ച ശേഷം ബാക്കി എല്ലാ തൊഴിൽ മേഖലകളിലും പുരുഷന്മാർക്ക് തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ, അവർക്ക് റിസർവ് ചെയ്ത് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഈ ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പുരുഷന്മാർക്കിടയിലുള്ള ആണുങ്ങൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ ലഘൂകരിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നമ്മുടെ സമൂഹത്തിന് അതുകൊണ്ട് പ്രയോജനം കിട്ടുള്ളൂ. ഇപ്പോൾ ആണും പെണ്ണും കൂടി ഡിസ്ട്രിക്ട് കളക്ടർ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ആണും പെണ്ണും കൂടി ഡോക്ടർ ജോലി ചെയ്യുന്നു, ആണും പെണ്ണും കൂടി ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നു, ആണും പെണ്ണും കൂടി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട്, ഭാര്യയും ഭർത്താവും ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഇതെല്ലാം ഒരു അസമത്വം, സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു അസമത്വം ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് ഈ ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം പ്രതിസന്ധികളെ ആലോചനാപൂർവ്വം മറികടന്നുകൊണ്ട് മുന്നേറാൻ സാധിച്ചാൽ ഈ അടുത്ത
സമീപകാലത്ത് അതിവിദൂരമല്ലാത്ത കാലത്ത് ഈ ആൺ സമൂഹത്തിന് ഒരു തണലൊരുക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സമീപകാലത്തായിട്ട് സ്ത്രീകൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ റാഡിക്കൽ ഫെമിനിസം അതിൻ്റെ പല തരത്തിലുണ്ട്, പല വിഭാന്തരങ്ങൾ. റാഡിക്കൽ ഫെമിനിസം, കമ്മ്യൂണിസ്റ്റ് ഫെമിനിസം, എൻവയോൺമെൻ്റൽ ഫെമിനിസം, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഫെമിനിസത്തിന്. അത് റാഡിക്കൽ ഫെമിനിസ്റ്റുകളാണ് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പ്രവർത്തിക്കുന്നത്. ഈ ഫെമിനിസ്റ്റ് ആശയങ്ങൾ എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് നമുക്ക് ഈ ബെറ്റി ഫ്രീഡിൻ്റെയും സിമോൺ ഡി ബോറിൻ്റെയൊക്കെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കി അറിയാൻ പറ്റും. ഈ സിമോൺ ഡി ബോറൊക്കെ പറയുന്നത് വിവാഹം എന്നുള്ളത് സ്ത്രീകളെ എൻസ്ലേവ് ചെയ്യിക്കുന്ന, കുടുംബമുണ്ടാക്കുക, വിവാഹമുണ്ടാക്കുക, ഇത് സ്ത്രീകളെ എൻസ്ലേവ് ചെയ്യിക്കുന്ന ഒരു സംവിധാനമാണ്. അത് തീർച്ചയായും സ്ത്രീകൾ അതിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു ചോയ്സ് പോലും, വിവാഹം ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോയ്സ് പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് സിമോൺ ഡി ബൂവ എന്ന എഴുത്തുകാരി പറയുന്നത്. അതായത് കുടുംബ സംവിധാനം, കുടുംബം ഇതെല്ലാം സ്ത്രീകളെ, വിവാഹവും കുടുംബം സ്ത്രീകളെ പൂർണ്ണമായിട്ടും തടവറയിലുള്ളിലാക്കുന്നു. ഇവരുടെ സ്വാതന്ത്ര്യത്തെ, ഇവരുടെ പൂർണ്ണ വളർച്ച, ഇവരുടേതായ കരിയർ വികാസത്തെ, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അവരുടെ ലൈഫിനെ ഇത് പൂർണ്ണമായും ബാധിക്കുന്നു. അവർക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ പോലെയുള്ള വിവാഹബന്ധം അനുവദിക്കരുത് എന്നാണ് ഈ പറഞ്ഞ എഴുത്തുകാരികൾ. അതുപോലെ തന്നെ ഈ ബെറ്റി ഫ്രീഡനൊക്കെ പറയുന്നത് നാസി ക്യാമ്പിലേക്ക്, തൻ്റെ മരണത്തിലേക്ക് സ്ത്രീകൾ നടന്നു പോകുന്നത് പോലെ, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് സ്ത്രീകൾ നടന്നു പോകുന്നത് പോലെയാണ്. അതിനോടാണ് ബെറ്റി ഫ്രീഡൻ വിവാഹത്തെ ഉപമിച്ചിരിക്കുന്നത്. അത്രമാത്രം വിവാഹത്തെയും കുടുംബ സംവിധാനത്തെയും തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ദാർശനിക തലമാണ് ഈ ബെറ്റി ഫ്രീഡൻ, സിമോൺ ഡി ബോറൊക്കെ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. സ്ത്രീകളെ ഏത് വിധേനയും ആകർഷിക്കുക, എന്നിട്ട് ഇവരുടെ സ്വാതന്ത്ര്യത്തെ, അതായത് നമുക്ക് തന്നെ അറിയാം, ഓരോ സ്ത്രീകൾ അവരുടെ ഔട്ട്ഫിറ്റ് വളരെ എക്സ്പോസീവ് ഔട്ട്ഫിറ്റുകളിലേക്കൂടെയൊക്കെയാണ് ഇപ്പോൾ വസ്ത്രധാരണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കാണിക്കുന്നത്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് യേശുദാസ്, നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസാണ് ഈ സ്ത്രീകൾ, യുവതികൾ ജീൻസ് ഇടുന്നതിനെ കുറിച്ച് പ്രതികരിച്ച നല്ലൊരു സെലിബ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ശരീരം അവനവൻ്റേതാണെന്നും അവനവനാണ് ആ ശരീരത്തിൻ്റെ ഉടമയെന്നും ഈ ഒരു ശരീരത്തിന് എപ്രകാരമാണോ വസ്ത്രം ധരിക്കേണ്ടത് എന്ന് തനിക്ക് തോന്നുന്നു, തനിക്ക് കംഫർട്ടബിൾ ആകുന്നു, തനിക്ക് തോന്നുന്ന ആ വസ്ത്രധാരണത്തിലൂടെ അവർക്ക് പുറത്തേക്ക് ഏത് സമൂഹത്തിലേക്കും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ സമീപ കാലത്തായി ഈ ഫെമിനിസം വിഭാവനം ചെയ്യുന്നത്. അതായത് സമ്പൂർണ്ണ വസ്ത്ര സ്വാതന്ത്ര്യം. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണമോ ചീത്ത രീതിയിൽ വസ്ത്രം ധരിക്കണമോ എന്നുള്ളത് ഒരു ഓപ്ഷൻ അവരുടെ മുമ്പിലുണ്ട്. പക്ഷെ പുരുഷനതില്ല. അവന് ആ സമയത്ത് അവൻ്റെ കാഴ്ചയിലൂടെ അവന് ടെസ്റ്റോൺ ഹോർമോൺ പ്രവർത്തിക്കുകയും ആ ടെസ്റ്റോൺ ഹോർമോണിൻ്റെ ആദ്യത്തെ പ്രകടനം എന്ന് പറയുന്നത് ഈ പ്രജനന പ്രകൃതമാണ്. രണ്ടാമതാണ് അക്രമവാസന എന്നുള്ളത്. FMRI സ്കാനിലൊക്കെ അത് വളരെ പ്രത്യക്ഷമായിട്ട് നമുക്കത് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള അവൻ്റെ മസ്തിഷ്ക ആ കാഴ്ചയിലൂടെ, ആ ഒരു പ്രൊവോക്കേറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയിലൂടെ അവൻ്റെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ഒരു തരംഗങ്ങളും അവൻ്റെ വ്യത്യാസങ്ങളും എല്ലാം നമുക്ക് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൺ സമൂഹത്തെ, ആൺ വർഗത്തെ എത്രമാത്രം സമ്മർദ്ദത്തിലാക്കി, വൈകാരിക സമ്മർദ്ദത്തിലാക്കി, ഒരുതരം രസിപ്പിക്കുന്ന, ഒരുതരം മാനസികമായി ആക്രമണം നടത്തുന്ന ഒരു പ്രകൃതമാണ് ഈ ഒരു ഫെമിനിസം എന്ന് പറയുന്നതെന്ന് ആലോചിക്കുക. ഇത്
മുളയിലെ തന്നെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ് ഈ ഒരു വസ്ത്രധാരണത്തിന്മേലുള്ള ഫെമിനിസം എന്ന് പറയുന്നത്. വളരെ മാന്യമായ വസ്ത്രധാരണം ധരിച്ച് വളരെ സൗമ്യമായ രീതിയിൽ പുരുഷ സമൂഹത്തോട് ഈ ഇടപഴകാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലൊരു അഭികാമ്യമായ ഒരു ബന്ധങ്ങൾ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും. ഒന്നോർക്കുക, പരിചിതരായ ആൾക്കാർ, സ്ത്രീകളുടെ നേർക്കുള്ള റേപ്പ് കേസുകൾ നടത്തപ്പെടുന്നതെല്ലാം നല്ലൊരു ശതമാനവും അപരിചിതരല്ല, പരിചിതരായിട്ട് ആൾക്കാരാണ്. പരിചയത്തിലൂടെ സ്ത്രീയും പുരുഷനും ബന്ധം സ്ഥാപിച്ച ശേഷം അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ഈ ബലാത്സംഗമായിട്ടാണ് ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നത് തന്നെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള താങ്കളുടെ തോന്നിയ പോലെ ഉള്ള പ്രൊവോക്കേറ്റീവ് വസ്ത്രധാരണം നടിച്ച് സർവ്വതോമുഖം സ്വാതന്ത്ര്യത്തോടു കൂടി വിവാഹവും വേണ്ട കുട്ടികളും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ ഇതിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ഇതിൻ്റെ പരിസമാപ്തി എന്തായിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നികുതി ആവട്ടെ, വൈജ്ഞാനികപരമായിട്ടുള്ള മുതൽക്കൂട്ടാവട്ടെ, കായികപരമായിട്ടുള്ള മുതൽക്കൂട്ടാവട്ടെ, ഒരു രാജ്യത്തെ നിലനിർത്തുന്നത് യുവജനങ്ങളാണ്. ഈ യുവജനങ്ങളില്ലാതെ അവയുടെ എണ്ണം കുറയുന്നൊരു ദയനീയമായ ദുരവ്യാപകമായ ഒരു പ്രത്യാഘാതത്തിലേക്കാണ് നാട് എത്തിപ്പോകുന്നത്. ഇത് ചൈനയിൽ ഇത് വന്നപ്പോൾ ചൈന ഭരണാധിപന്മാർ വിവാഹം ചെയ്യൂ കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് പറഞ്ഞ ഒരു പ്രചരണം നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ബെറ്റി ഫ്രീഡൻ്റെ ആയാലും സുമന്തി ബോവറുടെ ആയാലും ആശയങ്ങളിൽ അഭിപ്രേരിതമായിട്ട് മുന്നോട്ട് പോകുന്ന പെൺകുട്ടികളെ തീർച്ചയായിട്ടും ഫെമിനിസത്തിനുള്ള ആശയത്തിൽ നിന്നും അതിൽ നിന്ന് ഏത് വിധേന നിരുത്സാഹപ്പെടുത്തിയേ പറ്റൂ. റാഡിക്കൽ ഫെമിനിസം അപകടമാണ് എന്ന് ആവർത്തിച്ച് ഞാൻ പറയുന്നത് ഒരു കാരണം ഇതാണ്. സ്ത്രീകൾ സുരക്ഷിതരാകണം, സ്ത്രീകളുടെ നേർക്ക് ആക്രമണം ഉണ്ടാവാൻ പാടില്ല, സ്ത്രീകൾ സമ്പൂർണ്ണമായിട്ട് പുരുഷന്മാർ തണലിൽ നിൽക്കണം എന്ന് തന്നെയുള്ള അഭിപ്രായത്തിന് യാതൊരു എതിരഭിപ്രായം ആർക്കുമില്ല. സ്ത്രീകൾക്ക് നേർക്ക് ആക്രമണത്തെ ആരും പ്രോത്സാഹിപ്പിക്കില്ല. അത് നിയമം മൂലം നമുക്ക് തടഞ്ഞിട്ടുണ്ട്. നിയമം വളരെ കർശനമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത്. സ്ത്രീകളുടെ നേർക്ക് ഉള്ള എല്ലാവിധ ആക്രമണങ്ങളും തടയപ്പെടേണ്ടത് തന്നെയാണ്. സ്ത്രീകൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ സഹജീവികളായിട്ട് തന്നെയാണ് പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നത്. നല്ലൊരു ശതമാനം പുരുഷന്മാരും അവർക്ക് തണലൊരുക്കുകയാണ് ചെയ്യുക. കുടുംബങ്ങളിൽ നല്ല വിവാഹബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. സ്ത്രീയും പുരുഷനും അതുപോലെ തന്നെ ഈ പുരുഷ സമൂഹത്തിൽ തൻ്റെ അച്ഛനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന പെൺമക്കളാണ്, സഹോദരന്മാർ സുരക്ഷിതത്വം കൊടുത്തതാണ്. ഈ പറഞ്ഞ പോലെ കുടുംബത്തിലെ അമ്മാവന്മാരും ഒക്കെ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുവരുമ്പോൾ ആ അച്ഛനും സഹോദരനും അമ്മാവന്മാരും ഒക്കെ ഉൾപ്പെടുന്ന അധ്യാപകന്മാരും ഉൾപ്പെടുന്ന ഒരു പുരുഷ സമൂഹത്തോട് ഒരു യുവതിക്ക് വേണ്ട മിനിമം ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം അവരെ ഒരു കാരണവശാലും ഈ പുരുഷ സമൂഹത്തെ പ്രതിസന്ധിയിലാക്കാതിരിക്കുക. അവരും ജീവിക്കേണ്ട ആൾക്കാരാണ്. അവരും ആണായിട്ട് ജനിച്ചുപോയി എന്നേ ഉള്ളൂ. അവർ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളൊക്കെ തന്നെയാണ്. സ്ത്രീകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സർക്കാർ ആവോളം കൊടുക്കുമ്പോഴും തങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ രാഷ്ട്രത്തിന് യുവാക്കൾ നൽകുന്ന നികുതിയും ഇതെല്ലാമാണ് മറുവശത്ത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള അവരെ പ്രലോഭിപ്പിക്കുന്ന വസ്ത്രധാരണങ്ങൾ നടത്തി അവരെ ധർമ്മസങ്കടത്തിൽ പെടുത്തരുത്. അവരെ ആത്മനിയന്ത്രണത്തിൽ ഒരു വിധമാണ് ഓരോരോ പുരുഷന്മാരും ഇവിടെ അതിജീവിച്ചു പോകുന്നത്. ഈ സമൂഹത്തിനോട് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ഈ ആൺ സമൂഹത്തെ ബഹുമാനിച്ചുകൊണ്ടും ആൺ സമൂഹത്തെ ആദരിച്ചുകൊണ്ടും ഒരു യുവതികൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇപ്പം നമുക്കറിയാം
ഈ ഫെമിനിസം എന്ന് പറയുന്നത് തന്നെ ഒരു പാശ്ചാത്യ ഉൽപ്പന്നം. ഇപ്പോൾ കാലിക സമൂഹത്തിൽ ഏറ്റവും അപകടകരമായിട്ട് മുന്നേറുന്ന ഈ ഫെമിനിസം എങ്ങനെ മുതലെടുത്തുകൊണ്ടാണ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റേണ്ടത് എന്നുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യോൽപ്പന്നമായിട്ടുള്ള ഈ ഫെമിനിസം ഇപ്പോൾ അമേരിക്കയിൽ അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഈ സംഘടനയാണ് ലോകവ്യാപകമായിട്ട് ഫെമിനിസം കയറ്റുമതി ചെയ്യുന്നത്. ഈ ഫെമിനിസ്റ്റ് ആശയം കയറ്റുമതി ചെയ്യുമ്പോൾ അവർക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. ഈ അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് ധനസഹായം ചെയ്യുന്നത് അവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അവരാണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഈ ഫണ്ട് കൊടുക്കുന്ന ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ സിംഹഭാഗവും കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലികളാണ്. ഒന്നോർക്കുക, ഈ ഫെമിനിസം കൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് നിശ്ചിതമായ ഗുണമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് അതിന് പിന്നിൽ. ഫെമിനിസം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ അഭിപ്രേരിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ അവർ ഭക്ഷണം ഉണ്ടാക്കില്ല, ആരോഗ്യകരമായിട്ടുള്ള കുടുംബം കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീകൾക്ക് അത് സാധിക്കാതെ വരുന്നു. അപ്രകാരം വീട്ടിൽ എല്ലാ ഭവനങ്ങളിലും അസുഖബാധിത, പുറത്തുനിന്ന് ഭക്ഷണം, ഹോട്ടലുകളിൽ നിന്നും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒരു രോഗഗ്രസ്തമായിട്ടുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉണ്ടാകുന്ന ഫെമിനിസ്റ്റ് ചിന്തകളിലൂടെ ആണിൻ്റെ നേർക്ക് ഉണ്ടാകുന്ന അംഗപ്പുറപ്പാടുകൾ അതെല്ലാം കലാശിക്കുന്നത് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് ഏറ്റവും നല്ലതായിട്ട് വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഫെമിനിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അതിന് ഫണ്ട് ചെയ്യുന്നത്. വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഇത്തരം ഫെമിനിസ്റ്റ് ആശയങ്ങൾ എങ്ങനെയാണ് അഭിപ്രേരിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളെ വിമോചനം, നീ അടിമയാണ്, പുരുഷൻ്റെ അടിമയാണ്, നീ ഏറ്റവും മുൻപന്തിയിൽ ആണിനേക്കാൾ കേമയാണ്, നീ സമൂഹം നയിക്കേണ്ടവളാണ്, നീ സർവ്വസമ്പാദ്യത്തിൻ്റെ നടുവിൽ സുഖസൗകര്യങ്ങളോട് വിരാജിക്കേണ്ടവളാണ് എന്നെല്ലാം പറഞ്ഞു അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇവരെ കുടുംബങ്ങളിൽ നിന്നും ഇവരെ പുറത്തേക്ക് ഇറക്കി കിട്ടണം. ഈ ആധുനിക ഉപഭോക്തൃ മുതലാളിമാർക്ക്, ഈ ആധുനിക കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഈ വീട്ടിലിരിക്കുന്ന അതിസുന്ദരികളായ സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി കിട്ടണം. അപ്പോൾ എങ്കിൽ അവർക്ക് ഡാൻസ് ബാറിലേക്കും നടികളായും ഈ മോഡലുകളായും ഈ ഒക്കെ സ്ത്രീകളെ ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ആവശ്യമുണ്ട്. അവരുടെ അഴകിന് ആവശ്യമുണ്ട്. അവർ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിക്കഴിഞ്ഞാൽ അകത്ത് ഇരിക്കുന്ന ജനങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഉപഭോക്തൃ സമൂഹത്തിന് ഈ സ്ത്രീകളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകളെ ഏത് വിധേനയും പുറത്തു പോകുന്ന സ്ത്രീകളാണ് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അതിരൂക്ഷമായ വിവേചനം അനുഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് സ്ത്രീ അകത്ത് നിന്ന് നീ അടിമയാണ്, പുരുഷൻ്റെ കീഴിൽ നിൽക്കേണ്ടവളല്ല, ഈ കുടുംബത്തിൻ്റെ വേലകളുമായിട്ട് ഇരുന്ന് അടിമയെ പോലെ ജീവിക്കേണ്ടവളല്ല എന്ന് പറഞ്ഞാൽ ഇവർ പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അനുഭവിക്കുന്ന ഇതിനേക്കാൾ രൂക്ഷമായ സങ്കീർണമായ പ്രതിസന്ധികളെയാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. തൊഴിലിടങ്ങളിലെ ചൂഷണം, അവിടെ വിവേചനം, അവിടെ ലിംഗപരമായ വിവേചനം അവിടെ നിലനിൽക്കുന്നു. ഉച്ചനീചത്വം, നീ തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു ഉച്ചനീചത്വങ്ങൾ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്നു. ജാതീയപരമായിട്ടുള്ള സങ്കീർണതകൾ അവിടെ നിലനിൽക്കുന്നു. ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വൈതരണികളെ അതിജീവിക്കേണ്ടി വരുന്നത് തൊഴിലിടങ്ങളിൽ പുറത്തേക്ക് പോകുന്ന സ്ത്രീകളാണ്. അല്ലാതെ അകത്തിരിക്കുന്ന സ്ത്രീകൾ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിലിരിക്കുമ്പോൾ പുറത്തു പോകുന്ന സ്ത്രീകൾ
പ്രശ്നങ്ങളിലും അതിനപ്പുറത്തുള്ള തലവേദനകളിലൂടെയാണ് ഈ വിവേചനങ്ങളിലും തുല്യതയില്ലായ്മയിലും. ഒരു ബോസും ഒരു സ്റ്റെനോയും തുല്യമാണോ? അല്ല. ഒരു പ്രധാനമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും തുല്യതയാണോ? ഇല്ല. പിന്നെ ഒരു ക്ലർക്കും ഒരു മാനേജരും തുല്യമാണോ? അല്ല. തുല്യത എന്നുള്ളത് ഇല്ല. ഈ തുല്യതയല്ലാത്ത ഈ സമൂഹത്തിലേക്ക് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി ഇറങ്ങി പുറപ്പെടുന്ന സ്ത്രീകളെ എത്രമാത്രം ചപലമായിട്ടൊരു ചിന്തകളാണെന്ന് ആലോചിച്ച് നോക്കുക. ഒന്നോർക്കുക, അങ്കുശമില്ലാത്ത ചാബല്യമേ നിന്നെ അങ്ങനെ എന്ന് വിളിപ്പുന്നാൻ എന്നാണ് ചങ്ങമ്പുഴ പാടിയിരിക്കുന്നത്. ഓഷോൻ്റെ ഒരു വചനം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പുരുഷനാണ് ഫെമിനിസം കൊണ്ടുവന്നത്. പുരുഷൻ അവൻ്റെ കഠിനമായ ജോലികളിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി അവൻ കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത ഒരു ഫിലോസഫിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. സ്ത്രീകൾ തന്നെയാണ് ഇത്രയും ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അത് ഫെമിനിസം എന്നുള്ള ആശയം എടുത്തത്. ഇപ്പോൾ റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ കാലമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സ്ത്രീകൾ ഉറഞ്ഞുതുള്ളുന്ന കാലമാണ്. സ്ത്രീ വിരുദ്ധതയല്ല ആൻറ്റി ഫെമിനിസം എന്ന് പറയുന്നത്, സ്ത്രീ അനുകൂലതയാണ്. ഇപ്പോഴും പറയുന്നത് പുരുഷൻ അനുകൂലത പറയുമ്പോൾ അവിടെ സ്ത്രീ വിരുദ്ധത ആയി ചിത്രീകരിക്കപ്പെടാൻ പാടില്ല. പുരുഷൻ സ്ത്രീകൾക്ക് തണലൊരുക്കി കൊടുക്കുന്നവനാണ്. പുരുഷൻ്റെ കുടുംബത്തിൽ സ്ത്രീകൾക്ക് അഭയം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കുടുംബപരമായ ഈ അഭയത്തിൽ നിന്നും ഇവൾ പുറത്ത് കടക്കുമ്പോഴുണ്ടാകുന്ന തിക്താനുഭവങ്ങളാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവിടെയാണ് ഫെമിനിസത്തിൻ്റെ അപകടം പതിയിരിക്കുന്നത്. ഇവിടെയാണ് ആൻറ്റി ഫെമിനിസത്തിൻ്റെ അനുകൂലത നിങ്ങൾക്ക് അതിൻ്റെ മാധുര്യത്തോടുകൂടി കാണാൻ സാധിക്കുന്നത്. റാഡിക്കൽ ഫെമിനിസം ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടേണ്ടതില്ലാത്തൊരു കാര്യമാണ്. ഒരുതരം എൻ്റെ അഭിപ്രായത്തിൽ ഒരുതരം രാഷ്ട്രത്തിന് ദോഷകരമാകുന്ന ഒരു തീവ്രവാദം, മൃദുവായിട്ടുള്ള തീവ്രവാദം തന്നെയാണ് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്. പാശ്ചാത്യ ലോകം വളരെ കൗശലപരമായി, വളരെ തന്ത്രപരമായി പൗരസ്ത്യ ലോകത്തെ നാശോന്മുഖമാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായി ഇഞ്ചക്റ്റ് ചെയ്തു വരുന്ന ഒരു പ്രത്യേക തരം ആശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഈ ആശയത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിന് പകരം ഇതിനെ സർവാത്മന സ്വീകരിച്ച് പ്രചരിപ്പിക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ആൻറ്റി ഫെമിനിസം എന്ന് പറയുന്നത്. ഇവിടെ ആൺ സമൂഹമാണ് അതിജീവിക്കേണ്ടത്. ആൺ സമൂഹമാണ് സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അസംഘടിതരായിട്ടുള്ള സ്ത്രീകളെ, അതായത് അഭ്യസ്ത വിദ്യരല്ലാത്ത സ്ത്രീകളെ സമൂഹത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് പദ്ധതികളുണ്ട്. കുടുംബശ്രീ ആവട്ടെ, ഈ അംഗനവാടികളാവട്ടെ, ഇതെല്ലാം സമൂഹ സുരക്ഷയ്ക്ക്, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന നിയമ സംവിധാനങ്ങളാണ്. വനിതാ കമ്മീഷനാകട്ടെ, വനിതാ സെല്ലാവട്ടെ, മാതൃ ശിശുക്ഷേമ സമിതി ആവട്ടെ, ഇത് എന്തൊക്കെ തന്നെയായാലും സ്ത്രീകൾക്ക് നിയമപരമായി സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങളും ഭൗതികമായ നിലവാരങ്ങളും സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കുവാനുള്ള സംവിധാനങ്ങളാണ് സർക്കാരിൻ്റെ. ഇത് വിട്ടിട്ട് ഒരു ഫെമിനിസ്റ്റ് വാദത്തിന് ഇനിയുള്ള കാലം പ്രസക്തിയുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സ്ത്രീകൾ പുരുഷനെ സ്നേഹിക്കുക. സ്നേഹം ഒരു അതുല്യമായൊരു അഭൗമികമായൊരു പ്രതിഭാസമാണ്. അതുപോലെ പുരുഷനും സ്നേഹിക്കുക. ഈ രണ്ട് സ്നേഹത്തോടെ വേണം, സഹവർത്തിത്തോടെ വേണം ഈ സമൂഹം ക്രമപ്പെടുത്തേണ്ടത്. അല്ലാതെ പുരുഷന് നേർക്കുള്ള വിപ്ലവം കൊണ്ടോ, പുരുഷന് പല ആശയങ്ങൾ വെച്ച് ചവിട്ടി അരച്ച് താഴ്ത്തി അക്രമോത്സവം, നമുക്കറിയാം അഭിനവ സ്ത്രീപക്ഷവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ ഭാഗ്യലക്ഷ്മി, അത് ഒരു യൂട്യൂബറെ, അയാൾ ചെയ്തത് പക്ക തെറ്റ്. പക്ഷെ അവരെ ഒരു സംഘം വന്ന് അടിച്ച് ഒതുക്കി ആക്രമിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പ്രശസ്തനായ നടനെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു
സ്ത്രീകളൊരു കൂട്ടായ്മ സിനിമാ മേഖലയിലുണ്ടായത്. ആ നടൻ സൗകര്യപ്രദമായിട്ട് ചാടിപ്പോവുകയും ചെയ്തു. പിന്നെ സ്ത്രീകളുടെ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകളാരും ഇപ്പോൾ സിനിമാ മേഖലയിൽ എന്തെല്ലാം ബലാത്സംഗങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളെല്ലാം വന്നു. അപ്പോൾ ആ സ്ത്രീകൾക്കുണ്ടായ വിവേചനവും അക്രമവും എല്ലാം സിനിമാ മേഖലയിൽ തന്നെ ഇഷ്ടംപോലെ നടന്നു. ഇതിനെതിരെ പ്രതികരിക്കാനോ ഇതിനകത്തുള്ള പ്രസിദ്ധരായിട്ടുള്ള കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടാനൊന്നും ആ ഒരു വനിതാ കൂട്ടായ്മ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു അവസരവാദപരമായിട്ട് ജനിക്കപ്പെടുന്നൊരു വസ്തുതയാണിതെല്ലാം. ഇത്തരം കപട മുഖങ്ങളെയൊക്കെ തിരിച്ചറിയണം. യഥാർത്ഥ മനുഷ്യസ്നേഹിയായിട്ട് വളരുക. അത് സ്ത്രീയായാലും പുരുഷനായാലും ഈ സമൂഹത്തിൽ വളരെയധികം ദാർശനികതയോടുകൂടിയും വളരെയധികം മൂല്യബോധത്തോടുകൂടിയും വളരെയധികം സഹവർത്തിത്വത്തോടുകൂടിയും സഹജീവി ബോധത്തോടുകൂടിയും ഇനിയുള്ള തലമുറ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.